താലിബാൻ സർക്കാരുമായി പൂർണ്ണ നയതന്ത്ര ബന്ധം പ്രഖ്യാപിച്ച് ഇന്ത്യ. ഒരു നാഴികക്കല്ലായ നീക്കത്തിൽ കാബൂളിൽ എംബസി പുനഃസ്ഥാപിക്കുന്നതായും താലിബാൻ നേതൃത്വത്തിലുള്ള അഫ്ഗാനിസ്ഥാൻ സർക്കാരുമായുള്ള പൂർണ്ണ നയതന്ത്ര ബന്ധങ്ങൾ ഇന്ത്യ വെള്ളിയാഴ്ച പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ ന്യൂഡൽഹിയിൽ അഫ്ഗാൻ വിദേശകാര്യമന്ത്രി അമീർ ഖാൻ മുത്തഖയുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ഈ പ്രഖ്യാപനമുണ്ടായത്. 2021 ഓഗസ്റ്റിൽ താലിബാൻ സർക്കാർ രൂപീകരിച്ചതിനു ശേഷം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ആദ്യത്തെ ഉന്നതതല ഇടപെടലാണിത്. 4 വർഷത്തിനു ശേഷം അഫ്ഗാൻ തലസ്ഥാനത്ത് ഇന്ത്യയുടെ നയതന്ത്ര സാന്നിധ്യം ഔദ്യോഗികമായി പുനഃസ്ഥാപിക്കുന്നതിലൂടെ കാബൂളിലെ ഇന്ത്യയുടെ സാങ്കേതിക ദൗത്യത്തെ ഇന്ത്യൻ എംബസിയുടെ പദവിയിലേക്ക് ഉയർത്തുമെന്ന് ജയശങ്കർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നതിനും നിലനിൽക്കുന്ന സൗഹൃദം ഉറപ്പിക്കുന്നതിലും നിങ്ങളുടെ സന്ദർശനം ഒരു പ്രധാന ചുവടുവയ്പ്പാണ്. 500-ലധികം കമ്മ്യൂണിറ്റി അടിസ്ഥാന സൗകര്യ പദ്ധതികൾക്ക് സാക്ഷ്യം വഹിച്ച അഫ്ഗാനിസ്ഥാനുമായുള്ള ഇന്ത്യയുടെ പതിറ്റാണ്ടുകൾ നീണ്ട പങ്കാളിത്തം ഇപ്പോൾ ഒരു പുതിയ ഘട്ടത്തിലേക്ക് കടക്കുമെന്ന് ജയശങ്കർ ഉറപ്പിച്ചു പറഞ്ഞു. പൂർത്തിയായ പദ്ധതികൾ നന്നാക്കുന്നതിനും തീർപ്പാക്കാത്തവ പൂർത്തിയാക്കുന്നതിനുമുള്ള ചർച്ചകൾ ഉടൻ ആരംഭിക്കുമെന്നും ഉറപ്പു നൽകിയിട്ടുണ്ട്. ഒരു അയൽക്കാരൻ എന്ന നിലയിലും അഫ്ഗാൻ ജനതയുടെ അഭ്യുദയകാംക്ഷി എന്ന നിലയിലും നിങ്ങളുടെ വികസനത്തിലും പുരോഗതിയിലും ഇന്ത്യക്ക് ആഴമായ താൽപര്യമുണ്ട്. അഫ്ഗാനിസ്ഥാനിൽ നിരവധി ഇന്ത്യൻ പദ്ധതികൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുള്ള നമ്മുടെ ദീർഘകാല പങ്കാളിത്തം പുതുക്കപ്പെട്ടിട്ടുണ്ടെന്ന് ഇന്ന് ഞാൻ വീണ്ടും ഉറപ്പിക്കുന്നു. പൂർത്തിയായ പദ്ധതികളുടെ അറ്റകുറ്റപ്പണികളും അതുപോലെ തന്നെ ഞങ്ങൾ ഇതിനകം പ്രതിജ്ഞാബദ്ധരായ മറ്റ് പദ്ധതികൾ പൂർത്തിയാക്കുന്നതിനുമുള്ള നടപടികളും നമുക്ക് ചർച്ച ചെയ്യാം. അതിനപ്പുറം അഫ്ഗാനിസ്ഥാന്റെ മറ്റ് വികസന മുൻഗണനകൾ ഞങ്ങളുടെ ടീമുകൾക്ക് ചർച്ച ചെയ്യാമെന്നും വ്യക്തമാക്കി. 20 ആംബുലൻസുകളുടെ സമ്മാനം, MRI, CT സ്കാൻ മെഷീനുകൾ, വാക്സിനുകൾ, ക്യാൻസർ മരുന്നുകൾ എന്നിവയുടെ വിതരണം ഉൾപ്പെടെ 6 പുതിയ വികസന പദ്ധതികളിൽ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. യോഗത്തിൽ മുത്തഖയ്ക്ക് പ്രതീകാത്മകമായി 5 ആംബുലൻസുകൾ കൈമാറി. ഭൂകമ്പബാധിത പ്രദേശങ്ങളായ കുനാർ, നൻഗർഹാൻ എന്നിവയുടെ പുനർനിർമ്മാണത്തിനും ഇന്ത്യ സഹായം വാഗ്ദാനം ചെയ്തു. അവിടെ ദുരന്തത്തിന് മണിക്കൂറുകൾക്കുള്ളിൽ ഇന്ത്യൻ ദുരിതാശ്വാസ സാമഗ്രികൾ എത്തി. ആദ്യ പ്രതികരണം എന്ന നിലയിൽ കഴിഞ്ഞ മാസം ദുരന്തം സംഭവിച്ച് മണിക്കൂറുകൾക്കുള്ളിൽ ഇന്ത്യൻ ദുരിതാശ്വാസ സാമഗ്രികൾ ഭൂകമ്പ സ്ഥലങ്ങളിലേക്ക് എത്തിച്ചു. ദുരിതബാധിത പ്രദേശങ്ങളിലെ വീടുകളുടെ പുനർനിർമ്മാണത്തിന് സംഭാവന നൽകാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുവെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ വ്യക്തമാക്കി. അഫ്ഗാൻ അഭയാർത്ഥികളെ നിർബന്ധിതമായി തിരിച്ചയക്കുന്നതിൽ ആശങ്ക പ്രകടിപ്പിച്ച ജയശങ്കർ അവരുടെ അന്തസ്സും ഉപജീവനമാർഗവും ഇപ്പോഴും അഗാധമായ ആശങ്കയ്ക്ക് വിധേയമാണെന്ന് ഉറപ്പിച്ചു പറഞ്ഞു. അവരുടെ അന്തസ്സും ഉപജീവനമാർഗവും പ്രധാനമാണ്. അവർക്ക് താമസ സ്ഥലങ്ങൾ നിർമ്മിക്കാനും അവരുടെ ജീവിതം പുനർനിർമ്മിക്കുന്നതിന് ഭൗതിക സഹായം നൽകാനും ഇന്ത്യ സമ്മതിക്കുന്നുണ്ടെന്നും മന്ത്രാലയം വ്യക്തമാക്കി. അതേസമയം പാകിസ്ഥാനെ കുറിച്ചുള്ള വ്യക്തമായ പരാമർശത്തിൽ അതിർത്തി കടന്നുള്ള ഭീകരതയിൽ നിന്ന് ഇരു രാജ്യങ്ങളും നേരിടുന്ന പൊതുവായ ഭീഷണിയെ ജയശങ്കർ എടുത്തു കാണിക്കുകയും ചെയ്തു. പാകിസ്ഥാൻ തീവ്രവാദികൾ ആസൂത്രണം ചെയ്ത പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷമുള്ള അഫ്ഗാനിസ്ഥാന്റെ സംവേദനക്ഷമതയെയും അദ്ദേഹം അഭിനന്ദിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്ത്യയുടെ തന്ത്രപ്രധാന നീക്കങ്ങളിൽ കണ്ണും നട്ട് കാത്തിരിക്കുകയാണ് രാജ്യങ്ങൾ. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.